അഡ്വക്കേറ്റ് വിനോദ് വിൽസൺ, അങ്ങ് എനിക്ക് തോന്നുന്നു ഈ ചർച്ച കഴിയുമ്പോൾ ആം ആദ്മി പാർട്ടി അങ്ങേക്കെതിരെ നടപടിയെടുക്കുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു. കാരണം ആം ആദ്മി പാർട്ടിയുടെ ഒഫീഷ്യൽ പേജിൽ വന്ന കുറിപ്പാണിത്. അരവിന്ദ് കെജ്രിവാൾ തന്നെ ഇട്ടതാണ്. AAP രാഘവ് ചന്ദ ഹാഡ് റേസ്ഡ് ദ ഇഷ്യൂ ഓഫ് ഓവർ പ്രൈസ്ഡ് ഫുഡ് ആൻഡ് ബിവറേജസ് ഓഫ് എയർപോർട്ട്സ് ഇൻ പാർലമെൻറ്റ്, പ്രോംപ്റ്റിംഗ് ദി ഗവൺമെൻറ് ടു ഇനിഷ്യേറ്റ് ഉഡാൻ യാത്രി കഫേ. അത് രാഘവ് ചദ്ദ ഉന്നയിച്ച ആ വിഷയം തന്നെയാണ് ഇത്തരം ഒരു പദ്ധതി തുടക്കമിടാൻ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കുകയായിരുന്നു എന്ന് അരവിന്ദ് കെജ്രിവാൾ തന്നെ ഒഫീഷ്യൽ പേജിൽ പറഞ്ഞതാണ്. അങ്ങ് ഈ ചർച്ചയിൽ വന്നിരുന്ന് പറയുകയാണ് അത് BJPയുടെ ഒരു നാടകമായിരുന്നു ആ രാഘവ് ചദ്ദയെ കൊണ്ട് പറയിപ്പിച്ചത് എന്ന് അങ്ങ് പറയുകയാണ്. പക്ഷേ നിങ്ങളുടെ പാർട്ടി ഇത് അംഗീകരിക്കുന്നില്ല. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് നിങ്ങളുടെ പാർട്ടി വെബ്സൈറ്റിൽ നിന്ന് ഈ നിമിഷം വരെ അത് കളഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അഡ്വക്കേറ്റ് വിനോദ് വിൽസൺ ഇങ്ങനെയൊക്കെ ഒരാൾ പാർട്ടി വിട്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ പറയാമോ? അദ്ദേഹം വിടാനുണ്ടായ കാരണങ്ങൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. പാർലമെൻറ്റിൽ വളരെ കൃത്യമായി ഇടപെട്ട് പാർലമെൻറ്റ് ചർച്ചകളിൽ നിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു നേതാവിനെ ഇത്തരത്തിൽ മോശപ്പെടുത്തി സംസാരിക്കുന്നത്, പ്രത്യേകിച്ചും അങ്ങ് ഒരു അഭിഭാഷകൻ കൂടിയാണ്, അങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് ഒന്നുകൂടി ചിന്തിക്കണ്ടേ അഡ്വക്കേറ്റ് വിനോദ് വിൽസൺ? തിരുത്താൻ സമയമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എന്താ രാഘവ് ചദ്ദയെ മോശപ്പെടുത്തി സംസാരിച്ചേ? രാഘവ് ചദ്ദ പറഞ്ഞില്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളൂ ആ സ്കീം പിന്നെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് അത് ഇദ്ദേഹത്തെ കൊണ്ട് മനഃപൂർവ്വം പറയിപ്പിച്ച് തുടങ്ങിയതാണ് എന്ന് പറയുന്നു. അങ്ങനെയല്ല എന്ന് നിങ്ങളുടെ ആം ആദ്മി പാർട്ടിയുടെ വെബ്സൈറ്റിൽ തന്നെ കിടപ്പുണ്ടല്ലോ അഡ്വക്കേറ്റ് വിനോദ് വിൽസൺ. ഞാൻ അത് തന്നെയാണ് തീർച്ചയായിട്ടും ഞാനത് തന്നെയാണ് ഞാൻ സംസാരിക്കല്ലേ, ഞാൻ ഇവിടെ ഇരിക്കല്ലേ, എങ്ങും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അതായത് രാഘവ് ചദ്ദ ചെയ്ത കാര്യം ഇതുവരെ നീക്കിയിട്ടില്ലല്ലോ. അതാണ് അന്തസ്, ആഭിജാത്യം നീക്കിയിട്ടില്ല. അവിടെ കിടക്കട്ടെ, ആയിക്കോട്ടെ. മാത്രമല്ല എനിക്കെതിരെ എന്തിനാ നടപടി? ഞാൻ ഞാൻ വളരെ കൂളല്ലേ, ഞാൻ വളരെ കൂളൽ അല്ലല്ല. എനിക്ക് പറഞ്ഞോളൂ കൊടുക്കാം. എനിക്ക് അങ്ങ് ചോദിച്ചതിനും ഒപ്പം തന്നെ നന്ദു ചോദിച്ചതിനും മറുപടി പറഞ്ഞിട്ടല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. വളരെ വളരെ പെട്ടെന്ന്. ഒന്നാമത്തെ കാര്യം, രാഘവ് ചദ്ദ അത് ചെയ്തില്ലെന്നോ അത് പറഞ്ഞില്ലെന്നോ ഞാൻ പറഞ്ഞില്ല. ഇനി അങ്ങനെ പറഞ്ഞതിന്റെ പുറത്ത് എനിക്കെതിരെ എന്ത് നടപടിയാണ്? ഒരു നടപടിയില്ല. ഞാൻ വളരെ ഫാക്റ്റ് ആണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞ ഫാക്റ്റ് ഇപ്പോഴും നിൽക്കുകയല്ലേ. ഞാൻ പറഞ്ഞത് 2024 വിന്റർ സെഷനിൽ December 3 അദ്ദേഹം ഇത് രാജ്യസഭയിൽ പറയുന്നു. 19 കൽക്കട്ടയിൽ ആദ്യത്തെ ഉഡാൻ എന്ന് പറയുന്ന ഈ കഫേ ഉദ്ഘാടനം ചെയ്യുന്നു. എന്റെ ചോദ്യം, ഞാൻ ചോദിച്ച ചോദ്യമല്ലേ, ഒരു ആം ആദ്മിയുടെ രാജ്യസഭാ MP പറഞ്ഞു കഴിഞ്ഞ് 13ാം ദിവസം ഈ സാധനം വന്നു എന്നാണോ പറയുന്നതെന്നാണ് എന്റെ ചോദ്യം. അത് നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം. ഇനി ആ സമയത്ത് പാർട്ടിയുടെ മുഖമായി നിന്ന മനുഷ്യന്റെ എങ്കിലും തിരുത്തണം. അങ്ങനെ പറഞ്ഞതിൽ ഈ താങ്കൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ എന്തിനാ പാർട്ടി ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തേക്കുന്നത്? ഞങ്ങളുടെ MP-യുടെ ശ്രമഫലമായിട്ടാണ് നടന്നത്, എന്തിനാ പാർട്ടി പോസ്റ്റ് ചെയ്തേക്കുന്നത്? താങ്കൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് പറയണം, ഞങ്ങളുടെ MP ഒരു കള്ളനായിരുന്നു, അയാൾ ഒരു PR വർക്ക് തള്ളുകാരനായിരുന്നു, ഞങ്ങളുടെ എല്ലാ MP-മാരും PR വർക്ക് തള്ളുകാരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഇതിനെ ഒന്നും അംഗീകരിക്കുന്നില്ല. നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? അങ്ങനെ പറയുന്നേ അദ്ദേഹം അതാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ നിങ്ങൾ തിരിച്ചു പറയും. അദ്ദേഹം അപമാനിച്ചു. ഞങ്ങൾ ഈ നിമിഷം വരെ അല്ലല്ല ഞാൻ പറയുന്നത് കേൾക്കൂ. ഒന്നും മനസ്സിലായില്ല. ഞാൻ സംസാരിക്കില്ല. ഒരു മിനിറ്റ് അങ്ങനെ സംസാരിച്ചു പോകരുത്. നിങ്ങൾ ഒരു മിനിറ്റ് പോലും സംസാരിക്കില്ല. ഒരു മിനിറ്റ് ഇടപെടണം. നന്ദു പറഞ്ഞപ്പോ ഞാൻ കേട്ടോണ്ടിരുന്നു. ഞാൻ മറുപടി പറയാൻ കേൾക്കാനുള്ള മാന്യത കാണിക്കാനുള്ള ഏറ്റവും മിനിമം മര്യാദ. ഞങ്ങൾ ഈ നിമിഷം വരെ പറയുന്ന കേൾക്കൂ. ഈ നിമിഷം വരെ അതായത് ഞാൻ ഈ സംസാരിക്കുന്ന ഞാൻ ഇടയ്ക്ക് കയറാതെ എന്നാ പിന്നെ അങ്ങനെ സംസാരിക്കാം. പറഞ്ഞോളൂ, പറയാൻ സമയം അനുവദിച്ചോളൂ. ഈ നിമിഷം വരെ ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവ് പോലും രാഘവ് ചദ്ദ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു വാക്ക് കൊണ്ട് പോലും മോശമായി ചിത്രീകരിച്ചിട്ടില്ല. പാർട്ടി വിടുന്ന സന്ദീപ് വാര്യർക്കെതിരെ
അല്ലെങ്കിൽ പാർട്ടി വിട്ടവരുടെ നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം എന്ന് മാത്രം നമ്മൾ സോഷ്യൽ മീഡിയ, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകൻ രാഘവ് ചദ്ദയ്ക്കെതിരെ മോശപ്പെട്ട ഒരു വാക്കുകൊണ്ടുപോലും അത് ഞങ്ങളുടെ അന്തസ്സാണെന്നേ, ഞങ്ങളുടെ അന്തസ്സാണ്, ഞങ്ങൾ ആ അന്തസ്സുള്ളവരാ, ആ അന്തസ്സാണ്, അല്ലാതെ ഞങ്ങൾക്ക് മറ്റേ പരിപാടിയൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കൂ, ഞാൻ പറഞ്ഞത് അതിന്റെ ഫാക്റ്റ് ആണ്. ആ ഫാക്റ്റ് ഞങ്ങൾ ഇപ്പോഴാണ് പറയേണ്ടത്, ഞങ്ങൾ അന്നല്ല പറയാം, അത് രാഷ്ട്രീയ മര്യാദയാണ്. ഞങ്ങൾക്ക് സംശയമുണ്ട് 2025 ഫെബ്രുവരി 2 മുമ്പ് ശേഷം ഈ രാഘവ് ചദ്ദയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലോ ട്വിറ്ററിലോ അദ്ദേഹം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലോ ആം ആദ്മി എന്ന് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ആം ആദ്മി അദ്ദേഹത്തെ നിരീക്ഷണത്തിൽ നിർത്തിയ വ്യക്തിയാണ്. പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ എം പി ആണ്. ഞങ്ങൾക്കൊരു കാരണമില്ല അദ്ദേഹത്തെ പറഞ്ഞയക്കാൻ കഴിയില്ല, അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല, അദ്ദേഹത്തെ തടയാൻ കഴിയില്ല. അദ്ദേഹം രാജ്യസഭയിലെ എം പി ആണ്. അപ്പൊ ഞങ്ങളെ രാഷ്ട്രീയ മര്യാദ കാണിച്ചവരാണ്. ആ മര്യാദയെ അപമാനിക്കരുത്, ഒന്നാമത്തെ ചോദ്യം. പിന്നെ രണ്ടെന്ന് പറയും, ഇദ്ദേഹം കാട്ടുകള്ളൻ കാട്ടുകള്ളൻ എന്ന് പലതവണ പറഞ്ഞു. സംഘപരിവാറിന്റെ അജണ്ടയാണ്, ഫാക്ടറിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വിഷകരമായ സംസാരമാണ്. ഞാൻ ചോദിക്കട്ടെ നന്ദു, ഈ കാട്ടുകള്ളൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടാണല്ലോ കാട്ടുകള്ളൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇ എൻഫോഴ്സ്മെന്റും ഈ പറയുന്ന വിജിലൻസും മറ്റേതും മറിച്ചേതും ഉണ്ടായിട്ട് ഈ കേസുകൾ എപ്പാടെ എടുത്ത് അന്വേഷിച്ചിട്ട് ഈ 100 കോടി രൂപ എവിടെ കൊടുത്തുവെന്നോ എവിടെ ആരുടെ നിന്ന് വാങ്ങിച്ചുവെന്നോ എന്ത് കേസിന് വാങ്ങിച്ചുവെന്നോ നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഞങ്ങൾക്ക് എന്തെങ്കിലും സംവിധാനം ഡൽഹിയിലുണ്ടോ? ഡൽഹി ഭരിക്കുന്നത് നിങ്ങളല്ലേ, കേന്ദ്രമല്ലേ, നിങ്ങളുടെ സർക്കാരല്ലേ, നിങ്ങളുടെ എൻഫോഴ്സ്മെന്റ് അല്ലേ, നിങ്ങളുടെ ഇൻകം ടാക്സ് അല്ലേ, നിങ്ങളുടെ മറ്റേതല്ലേ, നിങ്ങളുടെ മറിച്ചേതല്ലേ? ഒരു കേസ് പോലും അന്വേഷിച്ചിട്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അവസാനം CBI സ്പെഷ്യൽ കോടതി അക്യൂട്ട് ചെയ്തപ്പോൾ ആ എനിക്ക് മറുപടി പറയാനുണ്ട്. എനിക്ക് മറുപടി പറയാനുണ്ട്. എന്റെ മറുപടി നിങ്ങൾ കേൾക്കണം. കാരണം നിങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾ ചോദ്യങ്ങൾ മുഴുവൻ പേപ്പറിൽ എഴുതി വെച്ച് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. ഒന്ന് കേൾക്കുക. കേൾക്കാനുള്ള മര്യാദ കാണിക്കുക. കേൾക്കാനുള്ള മര്യാദ കാണിക്കുക. ഞാൻ തയ്യാറാണ്. ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. കേൾക്കാനുള്ള മറുപടി കാണിക്കുക, മര്യാദ കാണിക്കുക. സംഘപരിവാറിന്റെ വൃത്തികെട്ട രാഷ്ട്രീയം എടുക്കാതിരിക്കുക. ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാനുള്ള മര്യാദ കാണിക്കുക. അത് കേൾക്കാനുള്ള മര്യാദ കാണിക്കുക. നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് അല്ലല്ല, ഞാൻ 2014 ഗുജറാത്തിൽ ഷെറാബുദ്ദീൻ സേഖിനെ എൻകൗണ്ടർ ചെയ്ത കൊന്ന കേസിൽ CBI കോടതി വെറുതെ വിട്ടാലാണ് നിങ്ങളുടെ മന്ത്രി. അവൻ ഗുണ്ടയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ? നിങ്ങൾ അംഗീകരിക്കോ? ഷെറാബുദ്ദീൻ സേഖ് എൻകൗണ്ടർ കേസ് ഗുജറാത്തിൽ CBI കോടതി വെറുതെ വിട്ടാൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രി അയാൾ ഇപ്പോഴും ഗുണ്ടയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ? ഈ അയോധ്യ കേസുമായി 2002 കല്യാൺ സിംഗിനെയും ഉമാഭാരതിയെയും LK അദ്വാനിയെയും 2002 CBI കോടതി അയോധ്യ കേസുമായി വെറുതെ വിട്ടാണ്. നിങ്ങൾ ആ കേസിൽ കള്ളനാണ് അംഗീകരിക്കോ? ഇല്ല. കോടതി വെറുതെ വിട്ട കേസിൽ വന്നിട്ട് കാട്ടുകൾ എന്ന് പറയുന്നത് വൃത്തികേടല്ലേ? ശുദ്ധ തെമ്മാടിത്തരമല്ലേ? ശുദ്ധ തെമ്മാടിത്തരമല്ലേ? കോടതി, ഇന്ത്യയിലെ കോടതി വെറുതെ വിട്ട കേസിൽ, ഇന്ത്യയിലെ കോടതി വെറുതെ വിട്ട കേസിൽ ഒരാളെ ഇന്ത്യയിലെ കോടതി വെറുതെ വിട്ട കേസിൽ, ഇന്ത്യയിലെ കോടതി വെറുതെ വിട്ട കേസിൽ, ഇന്ത്യയിലെ കോടതി വെറുതെ വിട്ട കേസിൽ ഒരു വ്യക്തിയെ കാട്ടുകൾ എന്ന് പറയുന്നത് തെമ്മാടിത്തരമല്ലേ? തെമ്മാടിത്തരമല്ലേ? അത് തെമ്മാടിത്തരമല്ലേ? ഇന്ത്യ കോടതി സംസാരിക്കുന്നത് തെമ്മാടിത്തരമല്ലേ?